ഹായ് ഫ്രണ്ട്സ്, നിഷാദാണ്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം +1 അക്കൗണ്ടൻസിയുടെ HSS ലൈവ് റിലീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, അതിന് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, ഇതെന്ന് നമുക്ക് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എക്സാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഈ ചാപ്റ്റർ വൈസിൽ മാക്സിമം കഴിയുന്ന അത്രയും ചാപ്റ്റർ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ാമത്തെ ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അതിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തു പോവാം പെട്ടെന്ന്. ഫസ്റ്റ് 1 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പേഴ്സൺ. ഡാഷ് എന്ന് പറയുന്നത് ഒരാളാണ്. ടു ഹൂം, അയാൾക്ക് ബിസിനസ് ഓസ് മണി. ബിസിനസ് എന്തുണ്ട്? പൈസ കൊടുക്കാനുണ്ട്. ബിസിനസ് പൈസ കൊടുക്കാനുണ്ട്. അങ്ങനത്തെ ആളെ നമ്മൾ ഡാഷ് എന്ന്, ഇതിൽ ആരാണ്? ഇതിലുള്ള ക്രെഡിറ്റർ ആണോ, ഇൻവെസ്റ്റർ ആണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? ബിസിനസ് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയാം. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റർ എന്ന് പറയാം. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ കിട്ടാനുള്ള ആളെയാണ് നമ്മൾ ഇത് പറയുക. അത് ബോറോവർ എന്ന് പറഞ്ഞാൽ ബോറോ ചെയ്ത ആളെ, ഒരു പൈസ ബോറോ ചെയ്ത ആളെയാണ്. അപ്പോൾ നോർമലി ഒരു പേഴ്സൺ, അയാൾക്ക് നമ്മൾ ബിസിനസ് എന്ത് ചെയ്യാനുണ്ട്? പൈസ കൊടുക്കാനുണ്ട്. അങ്ങനത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്രെഡിറ്റർ എന്നാണ് എന്ത് ചെയ്യുക? വിളിക്കുക. ഓക്കെ, നമ്മൾ ബിസിനസ് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഇതാണ്, അതിൻ്റെ ആൻസർ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് മണി. ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആൾ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റർ എന്ന് പറയും. ഓക്കെ, ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കറൻറ്റ് അസറ്റ്. ഈ ഡാഷ്, അതായത് ഇതിൽ ഏതെങ്കിലും 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4ൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്താണ്? എക്സാമ്പിൾ ഓഫ് കറൻറ്റ് അസറ്റ് ആണ്. കറൻറ്റ് അസറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നോക്കാം. ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? 1 വർഷത്തിൽ കൂടുതൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനത്തെ അസറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നാണ് വിളിക്കുക. ബിൽഡിങ്ങും അതുപോലെ, ബിൽഡിങ്ങും നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യണേ? അതിനെ ബെനിഫിറ്റ് കിട്ടും. അത് 1 വർഷത്തിനുള്ളിൽ നമ്മൾ ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് 1 വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കാത്ത അസറ്റുകളെ നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നും, 1 വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്ന അസറ്റിനെ നമ്മൾ എന്ത് പറയും? കറൻറ്റ് അസറ്റ് എന്നും പറയും. അപ്പോൾ ഫർണിച്ചർ നമ്മൾ 1 വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ബിൽഡിങ് 1 വർഷം കൊണ്ട് ബിസിനസ് ഒരിക്കലും ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ലാൻഡ് 1 വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ബിസിനസ് അതിൻ്റെ കാലാകാലം ഉപയോഗിക്കാൻ വിചാരിച്ചു കൊണ്ടിടക്കുന്ന അസറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും 1 വർഷത്തിനുള്ളിൽ ക്യാഷായി മാറണം. ഡെപ്റ്റർ എന്നുള്ള കിട്ടാനുള്ള ആളാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ബിസിനസ്സിന് ലഭിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നല്ലേ കരുതുക. അപ്പോൾ അങ്ങനത്തെ അസറ്റിന് നമ്മൾ കറൻറ്റ് അസറ്റ് എന്നാണ് പറയുക. 1 വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ്? ഡെപ്റ്ററാണ് ഇതിന് ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അരുൺ സോൾഡ് ഗുഡ്സ്. അരുൺ എന്ത് ചെയ്തു? ബിസിനസ്, അരുൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾഡ് ഗുഡ്സ് ടു എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന് അരുണ് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. അരുൺ ഈസ് ദ ഡാഷ് ഓഫ് എക്സ് ലിമിറ്റഡ്. അരുണ് എക്സ് ലിമിറ്റഡിൻ്റെ ആരാണ്? അപ്പോൾ എക്സ് ലിമിറ്റഡിൽ നിന്നിട്ട് നമ്മൾ നോക്കുക. എക്സ് ലിമിറ്റഡിന് അരുൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? അരുൺ എന്ന് പറയുന്ന ആൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. എക്സ് ലിമിറ്റഡിന് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ അരുൺ ഈസ് ദ ഡാഷ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ എക്സ് ലിമിറ്റഡിൽ നിന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ആരാണ്? എ എന്ന് പറയുന്നത് എക്സ് ലിമിറ്റഡ് പൈസ കൊടുക്കാനുള്ള ആളാണ്. എക്സ് ലിമിറ്റഡ് ബാധ്യതയുള്ള ആളാണ്. അപ്പം ബാധ്യതയുള്ളതെന്ന് പറയുമ്പം അരുൺ എന്ന് പറയുന്ന ആരാണ്? നമുക്ക് നോക്കാം. അരുൺ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അരുൺ എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ ക്രെഡിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ നെയിം. ഒരു നെയിം മെൻഷൻ ചെയ്യാൻ എന്താ പറഞ്ഞത്? ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ്.
ഒരു വാല്യൂ ഗുഡ്സിൻ്റെ വാല്യൂ റിമൈനിങ് അൺസോൾഡ് വിൽക്കാതെ ബാക്കിയുള്ള അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം വിൽക്കാതെ ബാക്കി നിൽക്കണ ആ ഒരു പിന്നെ ഗുഡ്സിൻ്റെ പേരെന്താ? നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയൂലേ, അതാണെന്ത് അതിൻ്റെ ആൻസർ. അടുത്തത് അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ നമ്മൾ അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. അസറ്റ് നോക്കുക, നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്കിൽ പഠിക്കുന്നുണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനെയാണെന്നെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റിയാണ്. അതുപോലെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് പറയാൻ പറ്റും? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലാണ്. ഇതിപ്പോൾ ഉദാഹരണത്തിന് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 ആണ് നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അതേപോലെ നോക്കുക. അപ്പോൾ ഇനി നമ്മളിപ്പോൾ 3 എന്ന് എഴുതിയ അസറ്റിനെയാണ്, 1 എന്ന് എഴുതിയ ലയബിലിറ്റിനെയാണ്, ക്യാപിറ്റൽ എന്ന് എഴുതിയ 2-നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. അസറ്റ് അപ്പോൾ നോക്കുക, 3 അസറ്റിനെ നമ്മൾ 3 കൊണ്ടല്ലേ ഉദ്ദേശിക്കുന്നത്. 3 മൈനസ് ലയബിലിറ്റി ആയിട്ടുള്ള 1 = 2 എന്നാണല്ലോ. അപ്പോൾ ഈ 2 നമ്മൾ എന്തിനാണ് ഉദ്ദേശിച്ചത്? ക്യാപിറ്റലിന് ഉദ്ദേശിച്ചത്. ഇങ്ങനെ നോക്കാം. ഇതിപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ആൻസർ കിട്ടും. എന്തായാലും അസറ്റ് = ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ പേയിങ് സാലറി. സാലറി നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്? ചിലവാണ്. ഈ ചിലവ് നമുക്ക് എന്താണ്? ചിലവാണ്. ഈ ചിലവ് ഏത് ടൈപ്പുള്ള ചിലവാണെന്നാണ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 ടൈപ്പിലുള്ള ചിലവുണ്ട്. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച സാധനമാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എഴുതുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന എക്സ്പെൻഡിച്ചറിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും, ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന എക്സ്പെൻഡിച്ചറിന് നമ്മൾ എന്ത് മീൻസ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ എഴുതൂലേ, മെഷീനറി കാറൊക്കെ എഴുതൂലേ, ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് എന്ത് ചെയ്യാം? വിളിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സ്പെൻഡിച്ചർ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് 1 വർഷമേ കിട്ടണുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. ഒരു എക്സ്പെൻഡിച്ചർ അതായത് ഒരു ചിലവാക്കൽ അത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് 1-ൽ കൂടുതൽ വർഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു സാലറി ഒരാൾക്ക് കൊടുത്താൽ ആ സാലറീൻ്റെ ബെനിഫിറ്റ് നമ്മൾ ആ ഒരു മാസമോ അല്ലെങ്കിൽ ആ ഒരു വർഷമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. നമ്മളൊരു മെഷീനറി വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിയാൽ അതിന് നമ്മൾ ചിലവാക്കിയിട്ടുണ്ടല്ലേ, ആ പൈസ നമുക്ക് ആ ഒരു കാറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ കിട്ടൂലേ, അങ്ങനത്തെ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സാലറി പേ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം എക്സ്പെൻഡിച്ചറാണ്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ദ ബിസിനസ്. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് നമ്മൾ എന്താ വിളിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യണത്? ചോദിക്കുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അസറ്റാണോ, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ലയബിലിറ്റി ആണോ? ഓണർ, ബിസിനസ്സിൻ്റെ ഓണർ കുറച്ച് പൈസ ഇറക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ആൾ അയാളുടെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പൈസ ഇറക്കിയിട്ടുണ്ട്. ഈ എ എന്ന് പറയുന്ന ആരാണ്? ഇതിൻ്റെ ഓണറാണ്. ഈ ഓണർ ഇറക്കിയ ഈ ഫണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അസറ്റ് എന്നാണോ, ലയബിലിറ്റി എന്നാണോ, ക്യാപിറ്റൽ എന്നാണോ, എക്സ്പെൻഡിച്ചർ എന്നാണോ? നമുക്കറിയാം എന്താണ് അതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലാണ്. ഓക്കെ, ഓണർ ഇൻവെസ്റ്റ് ചെയ്തതിന് നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുക. അടുത്ത് മൈൻസ്, കോറി പോലത്തെ സാധനങ്ങളുണ്ടല്ലോ. മൈൻസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് അസറ്റ് ഓഫ് ഡാഷ് അസറ്റ്. മൈന് എന്ന് പറയുന്ന ഏത് തരം അസറ്റാണ്? മൈന് എന്ന് പറയുന്നത് എന്താണ്? ഇതിങ്ങനെ നശിച്ച് പോകുന്ന ഒരു ഭൂമി ഉണ്ടെങ്കിൽ അതിങ്ങനെ മൈൻ ചെയ്യുന്നതോടുകൂടി അതിലുള്ള അസറ്റ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോവല്ലേ, അങ്ങനത്തെ, അല്ലെങ്കിൽ നശിച്ച് പോവല്ലേ, പിന്നെ ലാസ്റ്റ് അത് ഉണ്ടാവുമോ? അത് തീരെ ഇല്ലാതായി പോലെ. അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റിംഗ് അസറ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മൈന്, കോറിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റിംഗ് അസറ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പറയുക. അടുത്ത് ഡാഷ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ആൻ അക്കൗണ്ടിങ്. ഇത് താഴെ പറയുന്ന കുറച്ച്
അക്കൗണ്ടിങ് ബ്രാഞ്ചുകളുണ്ട്. ഇതിൽ ഒന്ന് ഏതാണ്? വിച്ച് ഡീൽസ് വിത്ത് പ്രോസസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒക്കെ കോസ്റ്റ് എത്രയാണ് എന്ന് നമ്മൾ അസർട്ടൈൻ ചെയ്യണേ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു പേന ഉണ്ടാക്കുകയാണ്. ഒരു പേന, ഈ പേന ഉണ്ടാക്കാൻ എൻ്റെ കോസ്റ്റ് എത്രയെന്ന് ഞാൻ നോക്കി. ഞാനതിൽ കുറച്ച് പണിക്കാരെ വെച്ചിട്ടുണ്ട്, ലേബറിൻ്റെ ചാർജ് ഞാൻ എഴുതി. അതുപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ടാവും, ആ മെറ്റീരിയലിൻ്റെ വില എത്രയെന്ന് എഴുതി. അങ്ങനെ മറ്റ് വേറെ എന്തെങ്കിലും ചിലവുണ്ടാവും, അങ്ങനെ എക്സ്പെൻസസ് ഇങ്ങനെ എഴുതി. ഇങ്ങനെ ഇതിൻ്റെ കോസ്റ്റ് മാത്രം അളക്കണേ ഈ അക്കൗണ്ടിങ് ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സ് എന്നാണ് വിളിക്കൽ. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്. കോസ്റ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിന് പേര് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അടുത്ത ചൂസ് ദ കറക്റ്റ് സീക്വൻസ്. നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ സീക്വൻസാണ്, അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ്. ഇതിൽ ഏതാണ് യഥാർത്ഥ സ്റ്റെപ്പ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കുക, ഐഡൻറ്റിഫയിങ് ആണ് ഫസ്റ്റ്, സമ്മറൈസിങ്, ക്ലാസിഫയിങ്, റെക്കോർഡിങ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നമുക്ക് നോക്കാം ഐഡൻറ്റിഫയിങ് ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. ഐഡൻറ്റിഫയിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഏത് ടൈപ്പ് ട്രാൻസാക്ഷനാണ്, അസറ്റാണോ, എക്സ്പെൻസ് ആണോ, ഇൻകാണോ, ലയബിലിറ്റി ആണോ, ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ട്രാൻസാക്ഷൻ ആണോ എന്ന് വരെ നമ്മൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ഐഡൻറ്റിഫയിങ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് ബാലൻസ് ഷീറ്റ് വരെ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യാണ് ഇത് എന്ത് തരം ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തത് നോക്കുക, സമ്മറൈസിങ് ആണോ, ക്ലാസിഫയിങ് ആണോ, റെക്കോർഡിങ് ആണോ. നമുക്ക് നോക്കാം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അതിൻ്റെ സമ്മറി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളെന്ത് ചെയ്ത് ഒഴിവാക്കി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെന്ത് ചെയ്യുക, സമ്മറി എടുക്കുക. അതായത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. ഒന്നാമത്തതും എയും തെറ്റാണ്, എയും ഡിയും തെറ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, ഐഡൻറ്റിഫയിങ്, റെക്കോർഡിങ്. ഇത് രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു ട്രാൻസാക്ഷൻ എക്സ്പെൻസ് ആണോ അസറ്റ് ആണോ നോക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ജേണൽ എൻട്രിയിൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. അപ്പം ബിയും സിയിലും റെക്കോർഡിങ് കറക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ബിയും സിയും ഇനിയും നമുക്ക് ഏതാണെന്ന് വേർതിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഡ്ജറിലേക്ക് മാറ്റുക. ലെഡ്ജറിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോന്നിനെയും, ഓരോ എക്സ്പെൻഡിച്ചറിനെയും അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് വെക്കണേന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പറയുക. അങ്ങനെ വെക്കണതിന് നമ്മൾ വിളിക്കണ പേരെന്താ, ക്ലാസിഫയിങ് എന്നാണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എക്സ്പെൻഡിച്ചർ, റെൻറ്റ് മുഴുവൻ ഒരു ഭാഗത്ത്, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സമ്മറൈസിങ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ബാലൻസ് മാത്രം എടുക്കുന്ന ട്രയൽ ബാലൻസിനെ നമ്മൾ സമ്മറൈസിങ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക, പിന്നെ ക്ലാസിഫൈ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. IRCS അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യുക, വിളിക്കാം ടോട്ടൽ സ്റ്റെപ്പിനെ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് കറക്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ, ഇതിൽ ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല എന്നുള്ളതാണ്. നോട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. നോട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ്. ഒരാൾ ബിസിനസ്സിന് എന്ത് ചെയ്തു, ഗുഡ്സ് കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കട്ട് പോയത് റെക്കോർഡ് ചെയ്യണ്ടേ, കറക്റ്റ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഗുഡ്സ് ഉണ്ട് എന്ന് കരുതി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്അപ്രോപ്രിയേഷൻ കറക്റ്റ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ഹമീദിന് നമ്മൾ വിറ്റു. ഇതെന്താണ്, ട്രാൻസാക്ഷനാണ്. അതുപോലെ ആൻ അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് വിത്ത് ദ കോൺട്രാക്ടറിനായിട്ട് നമ്മളൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ആണോ?
അതൊരു ഇവൻ്റാണ്. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ നടക്കാം. പക്ഷേ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളത് ഒരു ട്രാൻസാക്ഷൻ അല്ല. കാരണം അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മെഷർ ചെയ്യാനൊന്നും എന്ത് ചെയ്യൂല, കഴിയൂല. ഇനി ബിസിനസ് ചാരിറ്റി എന്ന് പറയുന്നത് ബിസിനസ് കുറച്ച് പൈസ ചാരിറ്റി കൊടുത്തു, അത് നമുക്ക് കറക്റ്റ് ആ പൈസ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് യഥാർത്ഥ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻ അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ഇൻ ദ കോൺട്രാക്ടർ എന്നുള്ളതാണ് എന്ത് അതിൻ്റെ ആൻസർ. അടുത്ത ഐഡൻറ്റിഫൈ ദ അസറ്റ് ഹെൽഡ് ഫോർ ലോങ് ടേം യൂസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൻ്റെ ലോങ് ടേം ദീർഘകാല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന അസറ്റിനെ നമ്മൾ എന്ത് അസറ്റ് എന്നാണ് വിളിക്കുക? അങ്ങനത്തെ അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണോ ഫിക്സഡ് അസറ്റാണോ? നമ്മളെപ്പോഴും ഫിക്സഡ് അസറ്റാണ് എന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ കൂടുതൽ ഒരുപാട് കാലത്തിന് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്ന അസറ്റിനെ നമ്മൾ എന്ത് അസറ്റാന്ന് വിളിക്കുക? ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കും. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. ഏറ്റവും ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിന് റീസണും കൂടെ എന്ത് ചെയ്യണം, എഴുതണം. ഒന്നാമത്തെ സൺട്രി ക്രെഡിറ്റർ. അതാണ് നമ്മൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ബില്ല്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ബില്ല്, അതും ബിസിനസ് എന്താണ്, കൊടുക്കാനുള്ളതാണ്. ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പേ ചെയ്യേണ്ടതാണ്. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ബിൽസ് പേയബിൾ എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന സാധനമാണ്. ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിൽ നിന്ന് എക്സ്ട്രാ പിൻവലിക്കണതിന് നമ്മൾ എന്ത് ചെയ്യുക, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുക. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ല ബിസിനസ്സുകൾക്ക്. അങ്ങനെ അതും നമ്മൾ പെട്ടെന്ന് പേ ചെയ്യാണ്ടാണ്. ഡിബഞ്ചർ, കടപ്പത്രം, ഡിബഞ്ചർ, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടതെന്നല്ല. ആദ്യത്തെ 3 എന്താണ്, കറൻറ്റ് ലയബിലിറ്റിയാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വർഷത്തിനുള്ളിൽ റീപേ ചെയ്താൽ മതി. കടപ്പത്രം എന്നൊക്കെ ലോങ് ടേം ഫിനാൻഷ്യൽ സോഴ്സാണ്. നിങ്ങൾ ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ലോങ് ടേം ഫിനാൻഷ്യൽ സോഴ്സാണ്, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സോഴ്സാണ് എന്ത്, ഈ ഡിബഞ്ചറൊക്കെ പറയുന്നത്. അതെന്താണ്, 1 മുതൽ 3 വർഷം വരെ അല്ലെങ്കിൽ 3 മുതൽ 10 വർഷം വരെ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതാക്കുന്നതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒറ്റപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ്, ഡിബഞ്ചറാണ്. ഡിബഞ്ചർ ഈസ് ലോങ് ടേം ലയബിലിറ്റി. അതേഴ്സ് അല്ല എന്താണ്, അതേഴ്സൊക്കെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ. 15 അടുത്തത് എന്ന് പറയുന്നത് നെയിം ദ ടേം ടു ഡിനോട്ട് കോസ്റ്റ് ഓഫ് സർവീസ് ആൻഡ് തിങ് യൂസ്ഡ് ഫോർ ഏണിംഗ് റവന്യൂ. നെയിം ദ ടേം. ഒരു ടേം നമ്മോട് പറയാണ് ടു ഡിനോട്ട് കോസ്റ്റ് ഓഫ് സർവീസ്. ഒരു സർവീസിൻ്റെ ചിലവിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ചിലവിനെ യൂസ്ഡ് ഫോർ ഏണിംഗ് റവന്യൂ. റവന്യൂ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കണ ചിലവിനെ നമ്മൾ വിളിക്കണ പേരെന്താ? അങ്ങനത്തിൻ്റെ ചിലവിനെയാണ് നമ്മൾ എന്ത് പറയുള്ളൂ, ചിലവ് എന്ന് പറയുള്ളൂ. അതായത് എക്സ്പെൻസ് എന്ന് പറയുള്ളൂ. നമ്മൾ ഇൻകം ഏൺ ചെയ്യാനൊന്നുമല്ല. ഓണർ എന്ത് ചെയ്തു, ഓണർ കുറച്ച് ചിലവാക്കി ഓണറിൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടിയിട്ട്. അത് ചിലവാണോ? അത് ബിസിനസ് ഒരിക്കലും ചിലവായി പരിഗണിക്കൂല. കാരണം എന്താ, ഓണറിൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് അടച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് ആ കറണ്ട് ബില്ലുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. എന്നാൽ ബിസിനസ്സിൻ്റെ കറണ്ട് ബില്ല് അടച്ചു. അപ്പോൾ എന്താണ്, ബിസിനസ് ആ കറണ്ടിൻ്റെ കൊണ്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് വെച്ചിട്ട് പല പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ അത് വിൽക്കും, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബിസിനസ്സിൻ്റെ ചിലവിനെയാണ് നമ്മൾ ബിസിനസ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിക്സഡ് അസറ്റ്. ഈ താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ ഏതോ ഒന്ന് ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫിക്സഡ് അസറ്റ്. ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ അതിനെ ക്യാഷ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സഡ് അസറ്റ് എന്ന് പറയുക. ഒരു വർഷം കൊണ്ട് ഒന്നെങ്കിൽ ആ അസറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ അത് നമ്മൾ എന്ത് ചെയ്യൂല,
ക്യാഷ് ആക്കി മാറ്റാൻ, ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കണില്ല, അങ്ങനത്തേന് ഫിക്സഡ് അസറ്റ് എന്നും. ഒരു വർഷം അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനത്തെ അസറ്റ് ഉദ്ദേശിക്കുകയാണ് കേട്ടോ, നടന്നോളണമെന്നില്ല. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റാണ്. സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശമുണ്ട് ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റണമെന്ന്, പക്ഷേ ലൊക്കട എന്തെങ്കിലും സാധനമാണ് നമ്മൾ സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ അത് വിറ്റ് പോയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉദ്ദേശമുണ്ട്, പക്ഷേ നടന്നോളണമെന്നില്ല. അപ്പോൾ എന്നാലും എന്ത് തന്നെയാണ്, കറണ്ട് അസറ്റ് തന്നെയാണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റർ, നമ്മൾ ഈ ഒരു ഇത് വെച്ച് നോക്കുക. സൺട്രി ഡെപ്റ്റർ ഒരു വർഷം കൊണ്ട് നമ്മൾ ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ? അല്ലേ, ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കാനല്ലേ നമ്മൾ ഉദ്ദേശം. ഡെപ്റ്റർ തരാനുള്ള ആൾക്കാർ പെട്ടെന്ന് തരണം എന്നല്ലേ നമ്മൾ ഉദ്ദേശം. അപ്പോൾ എന്താണ്, സൺട്രി ഡെപ്റ്റർ കറണ്ട് അസറ്റാണ്. മെഷീനറി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആ മെഷീനറി കൊണ്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഈ ഫിക്സഡ് അസറ്റ് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശമുണ്ടോ? ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കില്ല. നമ്മളെ മെഷീനറി കൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതുപോലെ അതിൻ്റെ മെഷീനറിൻ്റെ ബെനിഫിറ്റ് നമുക്ക്, ആ മെഷീനറി കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്കൊരു വർഷത്തിൽ കൂടുതൽ കിട്ടും. അങ്ങനത്തേനെ നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ കറണ്ട് അസറ്റാണ്, രണ്ടാമത്തെ ഫിക്സഡ് അസറ്റാണ്. മൂന്നാമത്തെ ബിൽസ് റെസീവബിൾ, കിട്ടാനുള്ള ബില്ല് ഒരു വർഷം കൊണ്ട് നമ്മൾ ക്യാഷായി കിട്ടാനല്ലേ ഉദ്ദേശിക്കുക. അപ്പോൾ അതും കറണ്ട് അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക്, അത് ഓൾറെഡി ക്യാഷാണ്. അപ്പോൾ ക്യാഷ് ലിക്വിഡ് ആയിട്ടുള്ളതും പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടതാണ് ഫിക്സഡ് അസറ്റ് ആണ്. മെഷീനറി ആണെന്ത്, അപ്പോൾ ഫിക്സഡ് അസറ്റിനുള്ള ഉദാഹരണം മെഷീനറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിക്സഡ് അസറ്റ്. ബാക്കിയൊക്കെ എന്തിൻ്റെ ഇതാണ്, കറണ്ട് അസറ്റിൻ്റെതാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ദ വിഡ്രോവൽ ഓഫ് മണി ബൈ ഓണർ ഓഫ് ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ബിസിനസ്സിൽ നിന്ന് ഓണർ പൈസ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻവലിച്ചിട്ട്. എന്തിന്? പേഴ്സണൽ യൂസിന് പിൻവലിച്ചാൽ നമ്മൾ അതിന് എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ബിസിനസ് ഓണർ അയാളുടെ പിന്നെ വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് അരി വാങ്ങാൻ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. അത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണോ? അല്ല, ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ പർച്ചേസ് എന്ന് വിളിക്കാൻ പറ്റുമോ? പർച്ചേസ് വിളിക്കുകയാണെങ്കിൽ ബിസിനസ് എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ പർച്ചേസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനാണ് ക്യാപിറ്റൽ എന്ന് പറയുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ ഇവിടുന്ന് വലിച്ചു പോകുന്നതിനാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റതിനെയാണ്. ഇതിലിപ്പോൾ ഏതാ, ഓണർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ഡ്രോയിങ്സ് എന്നാണ് എന്ത് ചെയ്യുക പറയുക. ഓക്കെ. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ നമുക്ക് കിട്ടി. അത് ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, അസറ്റാണോ, ലയബിലിറ്റി ആണോ? ഇൻകം നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഇൻകം കിട്ടാൻ അർഹത വന്നിട്ടില്ല, അതിന് മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതെന്താണ്, ഇൻകം ആയിട്ട് നമ്മൾ പരിഗണിക്കുമോ? ഇൻകം ഏത് വർഷമാണോ അത് ഇൻകം ആവാൻ നമുക്ക് അർഹത ഉള്ളത്, അപ്പം കിട്ടിയാലേ നമ്മൾ അതിനെ ഇൻകം എന്ന് പറയുള്ളൂ. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ അഡ്വാൻസ് എന്തിനാണോ കിട്ടിയത്, ചിലപ്പോൾ എന്തെങ്കിലും സർവീസ് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് കൊടുക്കാനായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ സാധനം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഒന്നെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ആ സാധനം തിരിച്ചു കൊടുക്കാൻ, എന്തെങ്കിലും സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കാറ്, നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും അക്കൗണ്ട്സ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 6 മാസത്തെ പൈസ നമുക്ക് ആദ്യം തന്നെ തന്നു. അത് നമ്മൾ ഇൻകായിട്ട് ഇപ്പോൾ പരിഗണിക്കാൻ പാടില്ല. നമുക്ക് അവർ വർക്ക് ചെയ്തു കൊടുത്ത് നമുക്കത് കിട്ടാൻ അർഹത വരുന്നപ്പോഴാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോഴേ നമ്മൾ അതിനെ ഇൻകായിട്ട് പരിഗണിക്കുള്ളൂ. അതുവരെ നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനായി, അല്ലെങ്കിലോ അതിന് കഴിയില്ലെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുക പറയാം. അടുത്തത് ഗ്രാനൈറ്റ് കോറി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മൈന് പറഞ്ഞിരുന്നു. മൈൻ ഈസ് എൻ എക്സാമ്പിൾ എന്താണ്, വേസ്റ്റിംഗ് അസറ്റാണ്. അതിങ്ങനെ ചെയ്യുന്നതോടുകൂടി ലാസ്റ്റ് എന്ത് ചെയ്യും, ആ അസറ്റ് ഒന്നും അല്ലാതായി മാറും. അപ്പം വേസ്റ്റിംഗ് അസറ്റാണ് അതിന് എക്സാമ്പിൾ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, സന്ധ്യ ടുക്ക് ആൻ എഡ്യൂക്കേഷണൽ ലോൺ. ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടുണ്ട് ഓഫ് ₹2 lakh.
2 lakhിൻ്റെ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടുണ്ട് ഫ്രം കനറ ബാങ്ക്. കനറ ബാങ്കിൽ നിന്ന് സന്ധ്യ ചെയ്തിട്ടുണ്ട് ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദ റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ സന്ധ്യ ആൻഡ് കനറ ബാങ്ക്, കനറ ബാങ്കിൻ്റെയും സന്ധ്യൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതാ സന്ധ്യ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കൊടുക്കാനുള്ള ആളാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആളാണ്, ക്രെഡിറ്റർ അല്ല ഡെപ്റ്ററാണ്. അതുപോലെ ബാങ്ക് എന്ന് പറയുന്ന ആരാണ്, സന്ധ്യനെ ആലോചിച്ച് നോക്കുമ്പോൾ സന്ധ്യ കൊടുക്കാനുള്ള ആളാണ്. അപ്പോൾ എന്താണ്, ക്രെഡിറ്ററാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ആയിരുന്നു, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സന്ധ്യ ഡെപ്റ്ററാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് വന്നിട്ട് സന്ധ്യനെ പൈസ ഇങ്ങോട്ട് കൊണ്ടിടാ എന്ന് പറയാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത്, ഡാ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്റ്റർ എന്ന് പറയുക. പിന്നെ അതുപോലെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ കിട്ടാൻ അർഹത ഉള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റർ എന്ന് പറയുക. അപ്പോൾ സന്ധ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സന്ധ്യ എന്താണ്, സന്ധ്യ ബാങ്കിനാണ് സന്ധ്യ കൊടുക്കാനുള്ളത്, അതുകൊണ്ട് ക്രെഡിറ്ററാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൊത്തത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ സന്ധ്യ ഇവിടെ ക്രെഡിറ്ററാണ്, ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്റ്ററാണ്. ഇത് തെറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് നോക്കുന്നത്. അടുത്ത് ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് നോൺ ആസ്, എക്സസ് ഓഫ് ഇൻകം കൂടുതൽ ഓവർ എക്സ്പെൻഡിച്ചറിനെക്കാളും ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക, പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ക്ലാസിഫൈ ദ ഫോളോയിങ് അസറ്റ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്. താഴെ തന്നിട്ടുള്ള ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ഹെഡിൽ എഴുതുക എന്നുള്ളതാണ്. ക്യാഷ് എന്ന് പറയുന്നത്, ക്യാഷ് എന്തിലാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുക, എന്ത് അസറ്റാണ് ക്യാഷ് എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി, ഓൾറെഡി ക്യാഷാണ്, ഇനി ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാമെന്നില്ല. അപ്പോൾ എന്താണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നതാണ്, കറണ്ട് അസറ്റാണ്. മെഷീനറി എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് അസറ്റാണ്. ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ ഉദ്ദേശമുള്ള അതിൻ്റെ ബെനിഫിറ്റ് നമുക്കൊരു വർഷത്തിൽ കൂടുതൽ കിട്ടും ചെയ്യും. ഇതും ലാൻഡും എന്താണ്, ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ നമ്മൾ കാറ്റഗറി ആക്കേണ്ട എന്താ, കറണ്ട് അസറ്റ് ഉള്ളത് എഴുതുക, അതുപോലെ ഫിക്സഡ് അസറ്റ് ഉള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതാണ് എന്ത് ചെയ്യുക, കാറ്റഗറി ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവിടെ ക്യാഷ് ഡെപ്റ്റർ എന്നുള്ളത്, ക്യാഷ് ഡെപ്റ്റർ കറണ്ട് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് മെഷീനറി ലാൻഡ് എന്താണ് ഫിക്സഡ് അസറ്റാണ്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ സീരീസ് ബേസ്ഡ് ഓൺ ഗിവൺ ഹിൻഡ്. കൊടുത്ത ഹിൻഡ് അനുസരിച്ച് ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഹിൻഡ് എങ്ങനെ, ടാഞ്ചിബിൾ അസറ്റിന് അപ്പോൾ ഉദാഹരണം എഴുതി ബിൽഡിംഗ് എന്ന്. അതേപോലെ ഇനി എഴുതാൻ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റിന് നമുക്ക് ഉദാഹരണം ഗുഡ്വിൽ എഴുതുക, കോപ്പിറൈറ്റ് എഴുതുക. ഫിക്റ്റീഷ്യസ് അസറ്റിന് നമുക്ക് ഡെഫേർഡ് റവന്യൂ ടാക്സ് അല്ലെങ്കിൽ ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ, ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, അങ്ങനെ പല രീതിയിൽ എഴുതാൻ പറ്റുമോ ഇൻടാഞ്ചിബിൾ അസറ്റിന്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത് ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫർണിച്ചർ എന്താണ്, ടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് എഴുതാൻ പറ്റുക ഗുഡ്വില്ല് അല്ലെങ്കിൽ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് കോപ്പി റൈറ്റ്, പാറ്റൻറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ഇൻടാഞ്ചിബിൾ അസറ്റിന് എഴുതാൻ പറ്റുക. ഫർണിച്ചർ ഇതിൽ എഴുതി എന്താണ്, തെറ്റാണ്. അടുത്ത ഫിക്റ്റീഷ്യസ് അസറ്റിന് പ്രിലിമിനറി എക്സ്പെൻസ് എഴുതാൻ പറ്റും. അതുപോലെ അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്, പ്രിലിമിനറി എക്സ്പെൻസ്. അതുപോലെ പിന്നെ എഴുതാൻ പറ്റുന്ന ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ട് വലിയ ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഫിക്റ്റീഷ്യസ് എക്സ്പെൻഡിച്ചർ പറയും. ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ പോലെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ. ഫർണിച്ചർ അസറ്റ് ടാഞ്ചിബിൾ അസറ്റാണ് കേട്ടോ. ഈ ഫർണിച്ചർ ശരിക്കും ഇവിടെ കൊടുക്കേണ്ടത് ബിൽഡിങ്ങിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്നതാണ് എന്ത്, ഫർണിച്ചർ. ഓക്കെ, ഫൈൻഡ് ഓഡ് വൺ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓഡ് വൺ എടുക്കുക, അതിൻ്റെ സ്റ്റേറ്റ് റീസൺ കാരണം പറയുക. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്.
ഓട് വൺ എന്ന് പറഞ്ഞാൽ ഗുഡ്വില്ല് എന്താ ഇതിൽ കാരണം കോപ്പിറൈറ്റ് എന്താ മെഷീനറി എന്താ ട്രേഡ് മാർക്ക് എന്താ നോക്കുക ഗുഡ്വില്ല് കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റാണ് അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തൊടാനോ കാണാനോ പറ്റാത്ത അസറ്റാണ് എന്നാൽ മെഷീനറി എന്ന് പറയുന്നത് തൊടാനും കാണാനും പറ്റുന്ന അസറ്റാണ് അതിന് നമ്മൾ എന്ത് വിളിക്കും ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും ഓക്കെ ഗുഡ്വില്ല് കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് അപ്പോൾ ഇതിൽ ഗുഡ്വിൽ മെഷീനറി ആണ് എന്ത് ഓട് വണ്ണുള്ളത് കാരണം അതെന്താണ് അതിൻ്റെ റീസണും എഴുതാൻ പറഞ്ഞത് സ്റ്റേറ്റ് ദ റീസൺ എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ റീസൺ എന്താണ് ഗുഡ്വില്ല് എന്ന് പറയുന്നത് ഗുഡ്വില്ലും കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഒക്കെ ഇൻടാഞ്ചിബിൾ അസറ്റാണ് മെഷീനറി എന്ന് പറയുന്നത് എന്താണ് ടാഞ്ചിബിൾ അസറ്റാണ് ക്ലാസിഫൈ ദ റീസൺ ഫോളോയിങ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും വേർതിരിക്കാൻ പറഞ്ഞു ഇത് ഞാൻ നേരത്തെ ഓൾറെഡി നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക ബാലൻസ് ഷീറ്റിൽ എഴുതുന്നതിന് നമ്മൾ എന്ത് പറയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും പറയും ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് നോക്കുക സാലറി നിങ്ങളോട് എഴുതല് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്ല അതുപോലെ മെഷീനറി ഇവിടെ എഴുതല് മെഷീനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതില്ല നമ്മളിവിടെ എഴുതുക ബാലൻസ് ഷീറ്റിൽ എഴുതുക വേജസ് ഇവിടെ എഴുതുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഇതിലല്ലേ എഴുതുക ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എഴുതുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും മറ്റുള്ളതിന് നമ്മൾ എന്ത് പറയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും അതായത് ഒരു എക്സ്പെൻഡിച്ചർ ആ എക്സ്പെൻഡിച്ചർ ഒരു വർഷത്തിൽ കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനത്തിന് ചിലവാക്കി നമുക്ക് ചിലവാണ് പക്ഷെ അത് നമ്മൾ എക്സ്പെൻസ് എന്നുള്ള പരിഗണന നടത്തണം എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അതിനെന്താണ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു ഒരു വർഷം അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളെങ്കിൽ അതിന് എക്സ്പെൻഡിച്ചർ ആയിട്ടും ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റലായിട്ടും അത് അസറ്റായിട്ട് നമ്മൾ പരിഗണിക്കുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുക പരിഗണിക്കുക അപ്പോൾ അസറ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നതിനൊക്കെ ക്യാപിറ്റലായിട്ടുള്ള ചിലവായിട്ടും കൂട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും കൂട്ടും എക്സ്പെൻസ് ആയിട്ട് കൂട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും എന്ത് ചെയ്യും കൂട്ടും അപ്പോൾ ഇതിൽ ഏതാണ് നോക്കാം സാലറി പെയ്ഡ് വേജസ് പെയ്ഡ് ഇതെന്താണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിലും വരുന്ന ഇത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക റവന്യൂ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക അത് മെഷീനറി കമ്പ്യൂട്ടറൊക്കെ എന്താണ് അങ്ങനെയാണ് ഓക്കെ അടുത്തത് സുരേഷ് ഈസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് സുരേഷ് ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ് ഈ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻറ്റേർണലും എക്സ്റ്റേണലായിട്ട് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ഡു യു അഗ്രി വിത്ത് ദിസ് ക്ലാസിഫിക്കേഷൻ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾ പിന്നെ കറക്റ്റാണ് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അതിനെ അഗ്രി ചെയ്യുന്നുണ്ടോ ഈഫ് എനി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് നോക്കുക എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള യൂസേഴ്സ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഉള്ളിലുള്ള യൂസേഴ്സ് നോക്കുക മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഉള്ളിലുള്ളവരാണോ പുറത്തുള്ളവരാണോ ബിസിനസ്സിന് ഉള്ളിലുള്ളവരാണ് അപ്പം ഇൻറ്റേർണലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാങ്കർ ബിസിനസ്സിന് പുറത്താണ് റിസർച്ച് ചെയ്യുന്നവരും ബിസിനസ്സിന് പുറത്താണ് അതൊക്കെ കറക്റ്റാണ് എംപ്ലോയി ബിസിനസ്സിന് പുറത്താണ് ഓക്കെ അതിലൊക്കെ അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ അവിടെ തന്നെയാണ് എഴുതേണ്ടത് അതിന് തെറ്റൊന്നുമില്ല അപ്പോൾ ഈ ഇതിൽ മാനേജ്മെൻറ്റ് എന്നുള്ള എവിടെ വരണം ഇൻറ്റേർണൽ എന്ന് വരണം അതുപോലെ ഓണർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആളുകളാണ് ഒരു ഇൻറ്റേർണൽ തന്നെയാണ് അപ്പോൾ അത് ശരിയാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഡിബഞ്ചറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകൾ നമ്മളെന്തല്ല ഇൻറ്റേർണൽ അല്ല ഓൾ എക്സ്റ്റേണലാണ് ക്രെഡിറ്റേഴ്സ് പുറത്തുള്ള ആളുകളാണ് കസ്റ്റമേഴ്സൊക്കെ പുറത്തുള്ള ആളുകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആളുകൾ ഇതിൽ 2 തെറ്റുള്ളത് അതുകൊണ്ടാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് എക്സ്റ്റേണലായിട്ട് 3 ഇൻറ്റേർണൽ എപ്പോഴും 2 ആളേ ഉള്ളൂ മാനേജ്മെൻറ്റും ഓണേഴ്സും ബാക്കിയുള്ളവരൊക്കെ എന്താണ് എക്സ്റ്റേണലാണ് ഓക്കെ ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 4 ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഏതെങ്കിലും 4 ഒബ്ജക്റ്റീവുകൾ പഠിച്ചതാണ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ അതുപോലെ പ്രോഫിറ്റോ ലോസോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പോൾ എന്താണ് ബിസിനസ്സിൻ്റെ അവസ്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളതും പെർഫോമൻസ് അറിയാൻ പെർഫോമൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എത്ര അസറ്റ് ഉണ്ട് ബിസിനസ്സിന് എത്ര ബാധ്യത ഉണ്ട് ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത്രയും ഡീറ്റെയിൽ ഒക്കെ അതിൻ്റെ യൂസേഴ്സിന് ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള യൂസേഴ്സിനൊക്കെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെയാണ് എന്ത് ഈ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് പിന്നെ 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റിലയബിലിറ്റി റെലവൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പാരബിലിറ്റി ഇങ്ങനെ 4 അക്കൗണ്ടിങ്ങിൻ്റെ എന്തുണ്ട് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്
ഈ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി, ഇതാണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താണ് റിലയബിൾ ആണോ, വിശ്വസിക്കാൻ പറ്റുന്നതാണോ, റെലവൻ്റ് ആണോ, റെലവൻറ്റ് ഇൻഫർമേഷൻ അക്കൗണ്ടിങ് റെലവൻ്റ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആണോ, മനസ്സിലാവുന്നതാണ്, കമ്പയർ ചെയ്യാൻ പറ്റണം, ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഗുഡ്വില്ല്, ഇതിൽ ആണ്ടും ഇങ്ങോട്ടും മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ വേസ്റ്റിംഗ് അസറ്റ് ആണോ, അല്ല, അപ്പോൾ അത് ശരിയല്ല. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ, ശരിയല്ല. ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റ് ആണോ, ശരി ആണോ, അപ്പോൾ അത് നോക്കുക. അല്ല. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണോ, അല്ല. അപ്പോൾ ഏതാണ് ഏതിനായിട്ട് കണക്റ്റ് ആകാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, നമുക്ക് തൊടാൻ കഴിയാത്തതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സാധനമാണ്, തൊടാൻ കഴിയാത്തതാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ്, അപ്പോൾ ഇതിനെ നമ്മൾ ഡെപ്റ്റർ കറണ്ട് അസറ്റാണ്. ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓയിലെടുത്ത് ലാസ്റ്റ് ഓയിൽ തീരും, അതുകൊണ്ട് അതെന്താണ് ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിംഗ് അസറ്റാണ്. ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ് ടാഞ്ചിബിൾ അസറ്റാണ്. ഇങ്ങനെയാണ് ഇതിനെന്തിൻ്റെ മാച്ച് ചെയ്യേണ്ടത്. അടുത്ത മിസ്റ്റർ അനിൽകുമാർ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എൻ അക്കൗണ്ടൻറ്റ്. അയാൾ എന്തൊക്കെ ടാസ്ക്കാണ് എന്ത് ചെയ്യുക പെർഫോം ചെയ്യുക, അയാൾ എന്തൊക്കെ ടാസ്ക് പെർഫോം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അയാൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സൊക്കെ കീപ്പ് ചെയ്യും, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, യൂസേഴ്സിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ രീതിയിൽ ആ ഒബ്ജക്റ്റീവ് ഇല്ലേ ആ ടൈപ്പിൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിനുള്ള നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഒന്നാമത്തെ ചാപ്റ്റർ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോസ് പെട്ടെന്ന് ഇത് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം മീൻസ് ഇതിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്യുക. ഇതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓരോ ബെൽ ബട്ടനൊക്കെ പ്രസ് ചെയ്യുക. കാരണം ഓരോ നോട്ടിഫിക്കേഷനും ഇനിയുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ വരുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, ബൈ.